അപ്പം നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കണ്ടോ? ഇത് ഈ ഒരു പിക്ചർ നമ്മൾ കുറേ ദിവസം മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ഞാൻ കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് കാണിക്കുന്നത്. ഇത് ഇപ്പോൾ വന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മ്യൂറൽ പെയിൻ്റാണ്, ഒരു കണ്ണനാണ്. ഞാൻ റഫായിട്ട് വരച്ചതാണ്. ഇത് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ്, അതായത് ഒരു സാധാ ഒരു ലൈനിങ് തുണിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിട്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ഇതൊരു മോശം തുണിയാണ്. കാരണം എത്രയോ 30-40 രൂപ മീറ്ററിനുള്ള ഒരു തുണിമേലാണ് ചുരിദാറിന് ലൈനിങ് ഇടാൻ വേണ്ടി ഞാൻ എപ്പോഴോ എടുത്തു വെച്ചൊരു സംഭവമാണ്. അതിലാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒരു റഫായിട്ട് ചെയ്ത് നോക്കിയത്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം കണ്ണനാണ്. നമുക്ക് നമ്മൾ വീട്ടിൽ കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിച്ചു വെക്കാറുണ്ട്. കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിച്ച് നമുക്ക് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോ ഒന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോഴും ഒന്നും. അപ്പം ഇതുപോലുള്ള ഡ്രസ്സുകളിൽ നമ്മുടെ കണ്ണൻ്റെ ഒരു പെയിൻറ്റിങ്, അതും മ്യൂറൽ പെയിൻറ്റിങ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്കിതൊരു ബിസിനസ്സാക്കി എടുത്തുകൂടാ? പലരും തുണികൾ കച്ചവടം ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ഏതോ മില്ലിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന തുണികൾ, റെഡിമെയ്ഡ് തുണികൾ, റെഡിമെയ്ഡ് ഉടുപ്പുകൾ, റെഡിമെയ്ഡ് സാധനങ്ങൾ, ഷർട്ടായാലും കുർത്തി ആയാലും ചുരിദാറായാലും സാരി ആയാലും റെഡിമെയ്ഡായിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് അതേപോലെ ഈ റീസെല്ലിങ് എന്നൊരു പ്രക്രിയയിലൂടെയാണ് ഇവിടെ എല്ലാവരും സെലിബ്രിറ്റികളടക്കം വിൽപ്പന ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ മുമ്പ് ആലോചിച്ച ഒരു കാര്യമാണ്, ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തുകൂടാ എന്നൊരു കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യം ഈ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത ഞാൻ ചെയ്താൽ എങ്ങനെയാണ് ഇത് എനിക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടേതായ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഒരു സംഭവം ഇതിൽ കൊണ്ടുവരണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ തന്നെ തുണിയെടുത്തിട്ട് അതിൽ ഇതുപോലുള്ള പിക്ചറുകൾ, ഇതിപ്പം ഞാൻ വരച്ചിരിക്കുന്നത് കണ്ണനാണ്, ഗണപതി, അങ്ങനെ പല തരത്തിലുള്ള മ്യൂറൽ പെയിൻറ്റുകൾ നമ്മൾ ഡ്രസ്സുകളിൽ വരയ്ക്കുന്ന ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇനി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടെ നമ്മുടെ വെണ്ണക്കണ്ണനെ നമ്മൾ അക്രലിക് ഷീറ്റിൽ വരച്ചും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കും. ഇപ്പോൾ ഒരു കണ്ണനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കണ്ണനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു കണ്ണൻ്റെ ചിത്രം നമ്മുടെ ഡ്രസ്സിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഈ കണ്ണനുണ്ടാവും. അല്ലെങ്കിലും കണ്ണനുണ്ടാവും നമ്മുടെ കൂടെ. കണ്ണനെ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണല്ലേ നമ്മളെല്ലാവരും തിരിച്ചറിയുക. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാറില്ല, അനുഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയാറുണ്ട്. പക്ഷെ നമുക്ക് ഇതുപോലൊരു ഡ്രസ്സിൽ ഒരു കണ്ണൻ്റെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വരച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി നോക്കിയേ, അദൃശ്യ രൂപത്തിൽ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊന്നൊരു കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. പക്ഷെ അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല, എന്താ പറയാ, ദർശിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു മ്യൂറൽ പെയിന്റിങ് നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ ചെയ്തു കൊണ്ടെടുക്കുമ്പോൾ നമുക്കതെപ്പോഴും കണ്ണൻ നമ്മുടെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഇരട്ടി വിശ്വാസം, ഒരു ആത്മധൈര്യം നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് നമ്മുടെ കണ്ണനുള്ളത് എന്ന ആത്മവിശ്വാസം കൂടി വരുമ്പോൾ എന്തായിരിക്കും, ഡബിൾ എൻജിൻ, ഡബിൾ എനർജി ആയിരിക്കും. ആരും റെഡിമെയ്ഡ് ഡ്രസ്സുകൾ എടുത്തിട്ട് റീസെല്ലിങ് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അതിൽ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റൂല. എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി ആഡ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനെന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അക്രലിക് ഷീറ്റിൽ വെണ്ണക്കണ്ണനെ വരയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ഡ്രസ്സിലും കൂടി കണ്ണനെയും ഗണപതിയെയും ഒക്കെ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ട് കൊടുക്കാമെന്നുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കൂലല്ലേ? നിങ്ങൾക്ക് ഇതുപോലൊരു ചിത്രം ആവശ്യമുണ്ടെങ്കിൽ, ഇത് ഞാൻ വെറുതെ ഒന്ന് വരച്ചതാണ്. അപ്പോൾ ഈ ഡ്രസ്സിലെ വരയുമായിട്ട് മുന്നോട്ട് പോകാനാണ് കൂടുതലും ഞാൻ താല്പര്യപ്പെടുന്നത്. അത് എനിക്കും ചെറിയൊരു വരുമാനവും ആവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പിക്ചറുകൾ വളരെ കുറഞ്ഞ തുകയിൽ ഡ്രസ്സിൽ വരച്ച് ഇതുപോലെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കണ്ണനെ കൊണ്ട് നടക്കണമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ.